ഹലോ ഗായ്സ്, ചിങ്ങമായ പിന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഒക്കെ തുടങ്ങും. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ സെലിബ്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാനും പാർക്കുട്ടിയും വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തണൽ സംഘത്തിൻ്റെ ഒരു ഓണപ്പരിപാടി വന്നത്. അമ്മ തണൽ സംഘത്തിലെ ഒരു അംഗമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അമ്മക്ക് തന്നെ വർക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ പകരം ഞങ്ങൾ പോയതായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. അതൊക്കെ കുടിച്ചതേ പാർക്കുട്ടി ഓണപ്പൂക്കളത്തിന് ചുറ്റും ഓടി കളിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ച് നൈസായിട്ട് പൂവൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സദ്യയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തണൽ സംഘത്തിലെ അംഗങ്ങൾ തന്നെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി എല്ലാ കറികളും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവർക്കൊപ്പം തന്നെ പുറത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പാർക്കുട്ടി അങ്ങനെ സദ്യ കാര്യമായിട്ട് കഴിച്ചില്ല. പുള്ളിക്കാരിക്ക് പാലട കണ്ടപ്പോൾ അതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പാലടയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ടാറ്റാ ബൈ ബൈ.